ഗൾഫ് രാജ്യമായ ഖത്തറിനെ നടുക്കിയ വൻ ദുരന്തം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട LNG ഉൽപാദന കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫാൻ വ്യവസായ മേഖലയിലുണ്ടായ സ്ഫോടനത്തിൽ 13 പേർ മരിച്ചതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം. മരിച്ചവരിൽ 12 പേർ ഇന്ത്യക്കാരാണെന്ന വിവരം ഇന്ത്യൻ എംബസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ഗൾഫ് നാടുകളുടെ വികസനത്തിന് ചുക്കാൻ പിടിച്ച പ്രവാസി തൊഴിലാളികളുടെ ജീവിതത്തെ വീണ്ടും ചോദ്യചിഹ്നമാക്കുന്ന സംഭവമാണിത്. 66 പേർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു ഖത്തറിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. ഇറാൻ ആക്രമണത്തെ തുടർന്ന് അടച്ചിട്ട റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിൽ ഉൽപാദനം പുനരാരംഭിക്കാനിരിക്കെയാണ് അപകടം. അറ്റകുറ്റപ്പണിക്കിടെയാണ് അപകടമുണ്ടായതെന്നും ആക്രമണമല്ല എന്നും ഖത്തർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരിച്ചവരുടെയോ പരിക്കേറ്റവരുടെയോ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വ്യവസായ കേന്ദ്രത്തിന് പുറത്തേക്ക് വാതക ചോർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം. എന്നാൽ സ്ഫോടനം പ്രകൃതിവാതക ഉൽപാദനത്തെ ബാധിക്കില്ല എന്ന് ഖത്തർ അറിയിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികളുമായി തന്നെ മുന്നോട്ട് പോകുമെന്നും ഖത്തർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കയറ്റുമതി പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ 4 ടാങ്കറുകൾ ഹോർമൂസ് വഴി ഖത്തർ തീരത്തെത്തി. 4 ടാങ്കറുകൾ കൂടി ഖത്തറിലേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട്. ഇറാൻ US വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ റാസ് ലഫാനിൽ നിന്ന് ഉൽപാദനം പുനരാരംഭിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ഖത്തർ പ്രഖ്യാപിച്ചത്. ഒരു മാസം കൊണ്ട് 50%വും 2 മാസത്തിനുള്ളിൽ 80%വും പുനരാരംഭിക്കാനായിരുന്നു പദ്ധതി. കടുത്ത ഇന്ധന ഊർജ്ജക്ഷാമം നേരിടുന്ന ലോകരാജ്യങ്ങൾക്ക് ഖത്തറിന്റെ പ്രഖ്യാപനം വലിയ ആശ്വാസമായി. റാസ് ലഫാൻ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഇന്ധന വിലയിൽ കാര്യമായ കുറവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ദുരന്തം ഉണ്ടായത്. ആഗോള പ്രകൃതിവാതക ഉൽപാദനത്തിന്റെ 1/5 ഭാഗവും നടക്കുന്ന ഖത്തറിൽ ഏകദേശം 300 ചതുരശ്ര കിലോമീറ്ററിലാണ് റാസ് ലഫാൻ വ്യവസായ കേന്ദ്രം. ഇറാൻ US ആക്രമണത്തിന്റെ ആദ്യ ആഴ്ച തന്നെ ഇവിടെ ആക്രമണമുണ്ടായിരുന്നു. വാതകോൽപാദനം പൂർണ്ണമായും നിർത്തിയതോടെ ലോകം കടുത്ത ഇന്ധനക്ഷാമത്തിലേക്ക് നീങ്ങി. ദുരന്ത വാർത്ത പുറത്തു വന്നതോടെ ഇന്ത്യയിലും ഖത്തറിലുമുള്ള ഇന്ത്യൻ സമൂഹം ആശങ്കയിലായി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ അനുശോചനം രേഖപ്പെടുത്തുകയും ഖത്തർ അധികൃതരുമായി അടുത്ത ബന്ധം പുലർത്തുകയാണെന്നും വ്യക്തമാക്കുകയും ചെയ്തു. നിരവധി പ്രാവശ്യം ഇറാൻ US ആക്രമണത്തിന്റെ പ്രതികാരാഗ്നിയിൽ ചൂടേറ്റ ഖത്തറിൽ ഇപ്പോൾ സംഭവിച്ചത് അറിഞ്ഞുകൊണ്ടുള്ള IRGC ഇറാൻ ആക്രമണമാണോ എന്ന അഭ്യൂഹമാണ് അപകട വാർത്ത വന്നതു മുതൽ കത്തിപ്പടർന്നത്. എന്നാൽ അത്തരം വാർത്തകളൊന്നും ഇതേവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപകടം ആസൂത്രിതമല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത്. ജീവിത സ്വപ്നങ്ങളുമായി നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലേക്ക് തൊഴിൽ തേടിപ്പോയ സാധാരണക്കാരായ പ്രവാസികളാണ് ഈ ദുരന്തത്തിന്റെ ഇരകൾ. ഒരു നിമിഷത്തെ അപകടം നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളെ തകർത്തിരിക്കുകയാണ്. ഖത്തറിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ആഗോള ഊർജ്ജ വിപണിക്കും നിർണായകമായ കേന്ദ്രത്തിലുണ്ടായ ഈ സ്ഫോടനം മനുഷ്യജീവനുകളുടെ വിലയും വ്യാവസായിക സുരക്ഷയുടെ പ്രാധാന്യവും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്. റാസ് ലഫാനിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വിവരവും ഇപ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ്. മരണപ്പെട്ട ഇന്ത്യക്കാരുടെ തിരിച്ചറിയൽ, അപകടത്തിന്റെ കാരണം, തുടർ നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ബന്ധുക്കളും ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ സമൂഹവും.